അപ്പോൾ സോറോസിന് ഇപ്പോൾ ഇനി 2 ഓപ്ഷൻ, പക്ഷേ പുള്ളി അതുപോലെ ഒരു ബാങ്ക്രപ്റ്റ് ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനുവേണ്ടിയുള്ള ആസ്തിയുണ്ട്. പക്ഷേ പുള്ളിക്ക് ഈ അദാനി എത്രത്തോളം കാലം തകരാതെ നിൽക്കുന്നു അത്രത്തോളം കാലം സോറോസിനും പുള്ളിയുമായിട്ട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ നഷ്ടങ്ങൾ ഇനിയും കൊടുത്തോണ്ട് പോകും. മറ്റേ നേരത്തെ പറഞ്ഞ പലിശ പോലെയൊക്കെ ഉള്ളത്. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്കുമൊക്കെ മാസം ചിലവിന് കൊടുക്കണ്ടേ ഈ പരിപാടിയൊക്കെ ചെയ്യണേന്. അപ്പം അങ്ങനെ ഒരു നഷ്ടം വന്നുകൊണ്ടിരിക്കും. പിന്നെ സോറോസിൻ്റെ ഇപ്പം 90 വയസ്സായി എന്നാണ് എക്സ്പയറി ഡേറ്റ് എന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്നാണെങ്കിലും അതോടെ തീരുമോ പ്രശ്നം എന്ന് വെച്ചാൽ അത് തീരില്ല. കാരണം സോറോസിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന കമ്പനികളുടെ പുള്ളിയുടെ കൂടെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇനി പുള്ളിക്ക് ശേഷം അങ്ങനെ ഒരു സോറോസ് എന്നുള്ളൊരു പേരില്ലെങ്കിലും ഇതുപോലെ ഇവിടുത്തെ നമ്മൾ എത്രത്തോളം ഇവിടെ ഈ ഒരു ക്യാപിറ്റൽ കൊണ്ടുപോകുന്നു അത്രയും കാലം ഇത് തകർക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വരും. അത് നമുക്കൊരിക്കലും അതെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു വിചാരം നമ്മളാരും വിചാരിക്കേണ്ട. അത് നമ്മുടെ കേന്ദ്ര സർക്കാരും അതിന് വേണ്ടുള്ള പ്രതിരോധങ്ങൾ എടുത്തേ മതിയാവും.